നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. പൊതു ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പുകടിയേറ്റു. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഓളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. വീടിന് മുൻവശത്തുള്ള പൊതു ടാപ്പിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാൻ പോയതായിരുന്നു ബിന്ദു. ഇതിനിടയിലാണ് ബിന്ദുവിനെ പാമ്പ് കടിച്ചത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്ക് സൂര്യാതപമേറ്റു. കുളത്ത് 62 വയസ്സുള്ള വാസുവിനാണ് സൂര്യാഘാതമേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനിടെയാണ് പൊള്ളലേറ്റത്. തേപ്പ് തൊഴിലാളിയായ വാസുവിന് ശരീരത്തിൽ പൊള്ളലേറ്റതിനെ തുടർന്ന് ചികിത്സ നൽകി. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ടായിരുന്നു. പ്രദേശത്ത് ശക്തമായ ചൂട് തുടരുന്നതിനാൽ പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തുപോകുന്നത് ഒഴിവാക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വിശ്വാസസാഗരമായ പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകൾ കൊണ്ട് പള്ളിയും പരിസരവും അലങ്കരിച്ച് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമം പ്രയർ ഫാദർ ജോസഫ് ആലപ്പാട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ ജൂബിലി വർഷത്തിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദീപാലങ്കാരം. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സ്വിച്ച് ഓൺ ചെയ്തതോടെ ആയിരക്കണക്കിന് തീർത്ഥാടകരെ സാക്ഷിയാക്കി പള്ളിയങ്കണത്തിൽ പിക്സൽ ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം തെളിയുകയായിരുന്നു. CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഈ അത്യാധുനിക ദീപാലങ്കാരം ഒരുക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ OT ലിയോ ജോസഫ്, KA ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, KJ ബാബു എന്നിവരും ഇലിമിനേഷൻ കമ്മിറ്റി കൺവീനർ CJ വിൽസൺ, മറ്റു കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ പാവറട്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസികൾക്ക് ഈ ദീപാലങ്കാരം നയനാനന്ദകരമായ ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. മാഞ്ചസ്റ്റർ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടി മുബീന അഷ്കർ ബാബു. പുതുവീട്ടിൽ കയനയിൽ മൊയ്തുട്ടി മൈമൂന ദമ്പതികളുടെ മകളായ മുബീന എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അഷ്കർ ബാബു അയിരൂരിന്റെ ഭാര്യയുമാണ്. MSc കെമിസ്ട്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കും BSc കെമിസ്ട്രിയിൽ സെക്കൻഡ് റാങ്കിനും അർഹയായിരുന്നു. മുനീർ, മുജീബ് എന്നിവർ സഹോദരങ്ങളാണ്. ചങ്ങരംകുളം കോക്കൂരിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊക്കൂർ എരാളത്ത് വളപ്പിൽ അൻസാർ മകൻ സിനാസിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 25 വയസ്സായിരുന്നു. സിനാസിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളത്ത് സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച രാവിലെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഹസീന മാതാവാണ്. പെരുമ്പിലാവ് കോടതിപ്പടി തേരിൽ നന്ദന നിര്യാതയായി 21 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. കീർത്തന, അർച്ചന എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.